PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിനും LDC മെയിൻ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് അല്ലേ? അപ്പോൾ മൂന്നിനെ കുറിച്ചും പഠിക്കുന്നതിന് മുന്നേ ലിസ്റ്റുകളെ കുറിച്ച് ഭരണഘടനയുടെ ഏതു പട്ടികയിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഏത് പട്ടികയിലാണ് അല്ലെങ്കിൽ ഏത് സ്കെഡ്യൂളിലാണ് എന്ന് ചോദിച്ചാൽ 7ാം പട്ടികയിലാണ്. ഓക്കെ, ഭരണഘടനയുടെ 7ാം സ്കെഡ്യൂളിലാണ് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഇനി ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത് അല്ലെങ്കിൽ അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആർട്ടിക്കിൾ 246 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റ് ആണ് പഠിച്ചിരിക്കുക. ലിസ്റ്റുകളെ കുറിച്ച് ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് അല്ലെങ്കിൽ എത്രാമത്തെ പട്ടികയിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 7ാമത്തെ പട്ടികയിലാണ്. ഏത് അനുച്ഛേദത്തിലാണ് അല്ലെങ്കിൽ ആർട്ടിക്കിളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ലിസ്റ്റുകളെ കുറിച്ചെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 246. ഓക്കെ, രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇനി നമുക്ക് ഓരോ ലിസ്റ്റ് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഏതാണ്? യൂണിയൻ ലിസ്റ്റ് ആണ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കായിരിക്കും ഉണ്ടാവുക? പാർലമെന്റിനായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അല്ലെങ്കിൽ കേന്ദ്രത്തിനായിരിക്കും ഉണ്ടാവുക. യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? പാർലമെന്റിനാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ 98 വിഷയങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, നിലവിൽ എത്ര വിഷയങ്ങളുണ്ട്? 98 വിഷയങ്ങളാണ് നിലവിൽ യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? പ്രതിരോധം വരും, ഓക്കെ, വിദേശകാര്യം വരും, അതുപോലെ തപാൽ വരും, ടെലിഫോൺ വരും, അതുപോലെ തന്നെ ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇങ്ങനെ പോകുന്ന കാര്യങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ വരുന്ന ഈ വിഷയങ്ങൾ, ഓക്കെ, ഇതിൽ വരുന്ന ഈ കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ് ഉള്ളത്. 98 വിഷയങ്ങളാണ് ടോട്ടലായിട്ട് യൂണിയൻ ലിസ്റ്റിൽ നിലവിലുള്ളത്. അത് ഏതൊക്കെയാണ്? പ്രതിരോധം, എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. പ്രതിരോധം, വിദേശകാര്യം, തപാൽ, ടെലിഫോൺ, ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. റെയിൽവേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ബാങ്കിങ്, അതൊക്കെ എവിടെയാണ് വരുന്നത്? യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് യൂണിയൻ ലിസ്റ്റിനെ കുറിച്ച്. ഒന്നുകൂടെ പറയാം, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ലിസ്റ്റുകളെ കുറിച്ച്, ഓക്കെ, ഭരണഘടനയുടെ എത്രാമത് ഷെഡ്യൂളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എത്രാമത് പട്ടികയിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 7ാം പട്ടികയിലാണ്. ഏത് അനുച്ഛേദത്തിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആർട്ടിക്കിൾ 246. യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കായിരിക്കും? പാർലമെന്റിനായിരിക്കും ഉണ്ടാവുക. മൊത്തം 98 വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ നിലവിലുള്ളത്. ഏതൊക്കെയാണ്? എക്സാമ്പിൾ ആണ് പ്രതിരോധം, വിദേശകാര്യം, തപാല്, ബാങ്കിങ്, ഇൻഷുറൻസ്, ടെലിഫോണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് സ്റ്റേറ്റ് ലിസ്റ്റ് നോക്കാം. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെയാണ്. ഇവിടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കായിരിക്കും? സ്റ്റേറ്റിനായിരിക്കും അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്കായിരിക്കും. ഓക്കെ, അപ്പോൾ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ് അല്ലെങ്കിൽ കേന്ദ്രത്തിനാണ് എന്ന് പറഞ്ഞു. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ് ഉണ്ടാവുക? സംസ്ഥാനങ്ങൾക്കാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതത് സംസ്ഥാനങ്ങൾക്കാണ് അവയിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കാണ്. അപ്പോൾ ഇവിടെ ടോട്ടലായിട്ട് 59 വിഷയങ്ങളാണ് നിലവിൽ എവിടെയുള്ളത്? സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉള്ളത്. ഓക്കെ, സ്റ്റേറ്റ് ലിസ്റ്റിൽ നിലവിൽ എത്ര വിഷയങ്ങളുണ്ട്? 59 വിഷയങ്ങളുണ്ട്. അതിന് എക്സാമ്പിളാണ് പോലീസ്, ജയിൽ, പൊതുജനാരോഗ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെയാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്?
സ്റ്റേറ്റ് ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കായിരിക്കും? സംസ്ഥാനങ്ങൾക്കായിരിക്കും. നിലവിൽ 59 വിഷയങ്ങളാണ് എവിടെയുള്ളത്? സ്റ്റേറ്റ് ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. എക്സാമ്പിൾ ആണ് പോലീസ്, ജയിൽ, പൊതുജനാരോഗ്യം. അടുത്തത് ഏതാണ്? കൺകറന്റ് ലിസ്റ്റ് ആണ് അല്ലെ? അടുത്തത് കൺകറന്റ് ലിസ്റ്റ് ആണ്. അപ്പോൾ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ പാർലമെന്റിനായിരുന്നു നിയമം നിർമ്മിക്കാനുള്ള അധികാരം. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ആർക്കായിരുന്നു? സംസ്ഥാനങ്ങൾക്കായിരുന്നു നിയമം നിർമ്മിക്കാനുള്ള അധികാരം. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ പാർലമെന്റിനും അധികാരമുണ്ട്, അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്കും. ഓക്കെ, അപ്പോൾ ചില കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിനും സംസ്ഥാനങ്ങൾക്കും ഒരുപോലെയുണ്ട്. അപ്പോൾ അവയാണ് എന്ത്? കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങളിൽ, കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കൊക്കെയാണ്? പാർലമെന്റിനും സംസ്ഥാനങ്ങൾക്കും കൂടെ ചേർന്നിട്ടാണ് അധികാരമുള്ളത്. അപ്പോൾ ഇവിടെ ടോട്ടലായിട്ട് 52 വിഷയങ്ങളാണ് എവിടെ വരുന്നത്? കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്. 52 വിഷയങ്ങളാണ് നിലവിൽ വരുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് എന്തൊക്കെയാണ്? വനം, വിവാഹം, വിവാഹമോചനം, ഓക്കെ, ഇലക്ട്രിസിറ്റി, വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെയാണ്? കൺകറന്റ് ലിസ്റ്റിലാണ്. ഓക്കെ, വനം, വിവാഹം, ഇലക്ട്രിസിറ്റി, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. പാർലമെന്റിനും സംസ്ഥാനങ്ങൾക്കും എന്ത് അധികാരമുണ്ട്? നിയമം നിർമ്മിക്കാനുള്ള അധികാരമുണ്ട്. കൺകറന്റ് ലിസ്റ്റിന് കീഴിൽ വരുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനും സംസ്ഥാനങ്ങൾക്കും ഒരുപോലെയുണ്ട്. ടോട്ടൽ 52 വിഷയങ്ങളാണ് നിലവിലുള്ളത്, കൺകറന്റ് ലിസ്റ്റിലുള്ളത്. അത് എക്സാമ്പിൾ ആണ് വനം, വിവാഹം, വിവാഹമോചനം, ഇലക്ട്രിസിറ്റി, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി ഈ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ളതാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആശയം. ഓക്കെ, അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓസ്ട്രേലിയയിൽ നിന്നും കടം കൊണ്ട ആശയമാണ് എന്ത്? കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയാണ് നമുക്ക് ലിസ്റ്റുകളെ കുറിച്ച് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് 1976 42ാം ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലോട്ട്, സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലോട്ട് 5 വിഷയങ്ങൾ മാറ്റി. ഓക്കെ, സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലോട്ട് 5 വിഷയങ്ങൾ മാറ്റിയിട്ടുണ്ട്. ആ 5 വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, 1 വിദ്യാഭ്യാസം, 2 വനം, 3 വന്യമൃഗങ്ങൾ. ഓക്കെ, വന്യമൃഗങ്ങൾ, പക്ഷികൾ എന്നിവയുടെ സംരക്ഷണം, ദെൻ അളവ് തൂക്കം, 5ാമത്തേത് നീതി ന്യായ ഭരണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് എന്ത്? സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റിയത്. അപ്പോൾ 1976 42ാം ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലോട്ട് 5 കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. ആ 5 കാര്യങ്ങളാണ്: 1 വിദ്യാഭ്യാസം, 2 വനം, 3 വന്യമൃഗങ്ങൾ, പക്ഷികൾ തുടങ്ങിയവയുടെ സംരക്ഷണം, 4 അളവ് തൂക്കം, 5 നീതി ന്യായ ഭരണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ 5 കാര്യങ്ങൾ ഭേദഗതി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. 1976 42ാം ഭേദഗതിയിലൂടെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും ഈ പറയുന്ന 5 കാര്യങ്ങൾ എങ്ങോട്ട് മാറ്റുന്നത്? കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പഠിച്ചിരിക്കുക. എന്താണ്? അവശിഷ്ടാധികാരം. എന്താണ്? അവശിഷ്ടാധികാരം. അവശിഷ്ടാധികാരം എന്ന് വെച്ചാൽ എന്താണ്? റെസിഡ്യൂറി പവർ. അതായത് ഈ 3 ലിസ്റ്റിലും, അതായത് യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും, ഈ 3 ലിസ്റ്റിലും ഉൾപ്പെടാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ അതിൽ എന്താണ്? തീരുമാനങ്ങൾ, നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണുള്ളത്. ഓക്കെ, അപ്പോൾ ആ പാർലമെന്റിൽ അല്ലെ ഇപ്പോൾ കേന്ദ്ര നിയമനിർമ്മാണ സഭയ്ക്കാണുള്ളത്. അപ്പോൾ ആ എന്താണ് അധികാരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അവശിഷ്ടാധികാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും പെടാത്ത വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്.
അല്ലെങ്കിൽ കേന്ദ്ര നിയമനിർമ്മാണ സഭയ്ക്കാണ് ഉള്ളത്. അപ്പോൾ ഈ പാർലമെന്റിന്റെ അല്ലെങ്കിൽ കേന്ദ്ര നിയമനിർമ്മാണ സഭയുടെ ഈ അധികാരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അവശിഷ്ട അധികാരം അല്ലെങ്കിൽ റെസിഡ്യൂറി പവർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ നോട്ട്സ് നോക്കാം. ഇവിടെ നോക്കുക, ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനയുടെ ഷെഡ്യൂൾ ഏത് അല്ലെങ്കിൽ എത്രാമത് പട്ടികയിലാണ്? ഭരണഘടനയുടെ എത്രാമത് പട്ടികയിലാണ് നമ്മുടെ ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? 7ാം പട്ടികയിലാണ്. ഓക്കെ, 7ാം പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 246 ഓക്കെ, ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 246 യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാൻ അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. ഓക്കെ, യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാൻ അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. യൂണിയൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയങ്ങൾ എത്ര വിഷയങ്ങളാണ്? നിലവിൽ 98 വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓക്കെ, യൂണിയൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ PSCയുടെ പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രമാണ് എഴുതുന്നത്. അപ്പോൾ ഇതെന്തായാലും നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക കേട്ടോ. അടുത്തത്, സ്റ്റേറ്റ് ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാൻ അധികാരം ആർക്കാണുള്ളത്? സംസ്ഥാനങ്ങൾക്കാണ് അല്ലെ. സ്റ്റേറ്റ് ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാൻ അധികാരം ആർക്കാണ്? സംസ്ഥാനങ്ങൾക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, സ്കെഡ്യൂൾ പഠിച്ചു വെക്കുക. 7ാം പട്ടികയിലാണ് എന്ത് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ ഏതാണ്? 246 ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ദെൻ പറഞ്ഞു എന്താണ്? യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിനാണ്. സ്റ്റേറ്റ് ലിസ്റ്റിന്റെ ആണെങ്കിൽ സംസ്ഥാനങ്ങൾക്കാണ് അധികാരം. യൂണിയൻ ലിസ്റ്റിൽ എത്ര വിഷയങ്ങളാണുള്ളത്? 98 വിഷയങ്ങളാണ് ഉള്ളത്. അടുത്തത്, സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയങ്ങൾ. സ്റ്റേറ്റ് ലിസ്റ്റിൽ എത്ര വിഷയങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? 59 വിഷയങ്ങളാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞു, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എത്ര വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? 59 വിഷയങ്ങളാണ്. ദെൻ കൺകറന്റ് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? കൺകറന്റ് ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിനും സംസ്ഥാനങ്ങൾക്കുമാണ്. ഓക്കെ, പാർലമെന്റിനും സംസ്ഥാനങ്ങൾക്കും. കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ് കേട്ടോ. അപ്പൊ കൺകറന്റ് ലിസ്റ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയറിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങൾ നിയമം നിർമ്മിക്കാനുള്ള പാർലമെന്റിന്റെ അധികാരം അറിയപ്പെടുന്നത്. ഓക്കെ, 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള പാർലമെന്റിന്റെ അധികാരത്തെ എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ കേന്ദ്ര നിയമനിർമ്മാണ സഭയുടെ അധികാരത്തെ എന്താണ് പറയുന്നത്? നമ്മൾ അവശിഷ്ട അധികാരം അല്ലെങ്കിൽ റെസിഡ്യൂറി പവർ എന്നാണ് പറയുന്നത്. ഓക്കെ, അവശിഷ്ട അധികാരം എന്നാണ് പറയുന്നത്. ഈ അവശിഷ്ട അധികാരം അല്ലെങ്കിൽ റെസിഡ്യൂറി പവർ എന്ന് പറയുന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് കേട്ടോ. കാനഡയിൽ നിന്നും കടം കൊണ്ടിട്ടുള്ള ഒരു അധികാരമാണ് അവശിഷ്ട അധികാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്തത്, യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? അവശിഷ്ട അധികാരം അല്ലെങ്കിൽ റെസിഡ്യൂറി പവർ എന്ന് പറയാം. ആ ആശയം കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് 5 വിഷയങ്ങൾ മാറ്റിയിട്ടുണ്ട്. അത് ഏത് ഭേദഗതി പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ 1976 42ാം ഭേദഗതി പ്രകാരമാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു? വിദ്യാഭ്യാസം, വനം, വന്യമൃഗങ്ങളും പക്ഷികളുടെയും സംരക്ഷണം, അളവ് തൂക്കം, നീതിന്യായ ഭരണം. ഓക്കെ, ഇതാണ് 5 കാര്യങ്ങൾ. അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ആ 5 കാര്യങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റിയത് ഏത് ഭേദഗതി പ്രകാരമാണ്? 1976 42ാം ഭേദഗതി പ്രകാരമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് എന്ത് നമ്മുടെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് 3 ലിസ്റ്റുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ വളരെ ചെറിയൊരു ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.